അപ്പം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഏപ്രിൽ മന്തിലെ ഗിവ് വേ ആണ് പറയാൻ പോകുന്നത്. അപ്പം ഏപ്രിൽ മന്തിലെ ഗിവ് വേയുടെ ഒക്കെ കഴിഞ്ഞ് ഇപ്പം എനിക്കറിയാം ഫസ്റ്റായി മെയ് ഫസ്റ്റ്. എന്നാലും നമുക്ക് കുറച്ച് സ്റ്റിച്ചസ് കണ്ടുകൊണ്ട് ചെയ്താലോ. ഞാൻ പണ്ട് എംബ്രോയ്ഡറി ഒക്കെ ഒരു ഭയങ്കര ഹോബിയായിരുന്നു. അപ്പോൾ ചെയ്ത കുറച്ച് സ്റ്റിച്ചസും കണ്ടുകൊണ്ടിരിക്കുക. അത് ഈ സ്റ്റിച്ചസിൻ്റെ എല്ലാം മുകളിൽ പേര് എഴുതിയിട്ടുണ്ടായിരിക്കും, മുകളിൽ കാണിക്കാം. അപ്പോൾ പലതരത്തിൽ സ്റ്റിച്ചുകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഗിവ് വേ വിന്നർ ആരാന്ന് നിങ്ങളോട് ഓൾറെഡി ഇൻഫോം ചെയ്താലും പറയാം. ബിൻഡ് കോമാണ് ഫസ്റ്റ് ഗിവ് വേ വിന്നർ കേട്ടോ. ഇത് ഓൾറെഡി ഇൻഫോം ചെയ്തായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് സ്റ്റിച്ചസും കണ്ടുകൊണ്ടിരിക്കുക. ഈ ഓരോ സ്റ്റിച്ചും പല പല ഡിഫറെൻറ്റ് തരത്തിലെ സ്റ്റിച്ചസാണ്. അപ്പോൾ അതിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഗിവ് വേയുടെ റൂൾസൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ലാസ്റ്റ് പ്രീവിയസ് ചെയ്തവരെല്ലാവരും കൂടെ മറന്നു പോലെ അവരും കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനി അടുത്ത മാസത്തോട്ട് ഗിവ് വേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം സർപ്രൈസ് ആയിട്ടുണ്ട്, നോക്കിക്കോണം ആർക്കൊക്കെ കിട്ടുന്നതിന്. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ഗിവ് വേയുടെ മിന്നലാണ് നൗഷാദ് ആയിഷ കേട്ടോ. ഇവരൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ മെയിലിലോ മെസ്സേജ് അയക്കണം, അഡ്രസ്സ് സഹിതം കേട്ടോ. ഫോൺ നമ്പറും വേണേ. അപ്പോൾ ഇതുകൊണ്ട് ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെയൊക്കെ കുറേ സ്റ്റിച്ചുകൾ നമുക്ക് എംബ്രോയ്ഡറിയിൽ നമ്മുടെ ചുരിദാറിലൊക്കെ വർക്ക് ചെയ്യത്തില്ല, ബ്ലൗസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് ഫ്രഞ്ച് നോട്ട്. അപ്പോൾ അടുത്തൊരു വിന്നർ ആണെന്നെ മൂന്നാമത്തെ നമ്മുടെ വിന്നറാണ് ക്ലിറ്റേഴ്സ് ആർട്സ്. ഓക്കെ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന ആൾക്കാർ, ഇവരൊക്കെ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് വീണ്ടും വീണ്ടും ഞാൻ അയക്കുന്നത് കേട്ടോ. പിന്നെ ലേസി ആയിട്ടുള്ള ഒരു ഡേസി കേട്ടെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പല ഡ്രസ്സുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല ഇതൊക്കെയാണ്. ഇതാണ് ഏറ്റവും സ്റ്റിച്ച് സിമ്പിളായിട്ടുള്ളത്, ബാക്ക് സ്റ്റിച്ച് കേട്ടോ. അപ്പം ഞാൻ 3 പറഞ്ഞിട്ടും വേറെ 2 പേർക്ക് കോംപ്ലിമെൻ്ററി ഗിഫ്റ്റായിട്ട് 2 പേർക്ക് കൂടെ കൊടുക്കുന്നുണ്ട്. അതിലൊരാളാണ് സാരീന എന്നാണ് തോന്നുന്നു കേട്ടോ എഴുതിയിരിക്കുന്നത്. എന്തായാലും ഞാൻ ഐഡിയ മെൻഷൻ ചെയ്തിട്ടില്ലേ, അപ്പോൾ അത് കാണുക. ഇതാണ് നമ്മുടെ ഫിഷ് ബോൺ സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ ഈ 2 പേർക്ക് എക്സ്ട്രാ കൊടുത്തത് എൻ്റെ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, നിങ്ങൾക്കൊരു കോംപ്ലിമെൻ്ററി ആയിരിക്കട്ടെ എന്നാണ്. അപ്പോൾ ഇനി ഒരാളും കൂടെ ഉണ്ട്. അപ്പം അതാണ് നമ്മുടെ ലാസ്റ്റ് വിന്നർ, ഐ ലവ് ബ്രൗണി എന്ന് പറയുന്നതാണ്. അപ്പം നമ്മുടെ ഏകദേശം ഞാൻ 3 പേർക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 5 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റൊക്കെ ഞാൻ നിങ്ങൾക്ക് അഡ്രസ്സിൽ അയച്ചു തന്നോളൂ. നിങ്ങളെന്നെ ഒന്നിൽ മോസ്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ അയക്കുന്നതാണ് സേഫ്. എനിക്ക് അത് പെട്ടെന്ന് നോക്കുന്നത്, ഞാൻ മെയിൽ അങ്ങനെ നോക്കാത്തതുകൊണ്ട്. അപ്പം ഈ സ്റ്റിച്ചസൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ എംബ്രോയ്ഡറി ഇഷ്ടമാണെങ്കിൽ ചെയ്ത് നോക്കാം, വെക്കേഷനൊക്കെ അല്ലേ. അപ്പം ഗിവ് വേയുടെ അടുത്ത മന്തിലെ ഗിവ് വേ ഓൾറെഡി ഇന്ന് തൊട്ട് തുടങ്ങുവാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. എന്താണെന്നറിയാം, ലൈക്ക്, കമൻറ്റ്, ഷെയർ. പിന്നെ അറ്റ്ലീസ്റ്റ് മിനിമം 3 പേർക്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ എല്ലാ ലോങ് വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കാണണം. ആ ലോങ് വീഡിയോയിലായിരിക്കും ചിലപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ലാസ്റ്റത്തേക്ക് വെക്കത്തില്ല, ചിലപ്പോൾ ഇടയ്ക്കായിരിക്കും ഞാൻ ഇൻഫോം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ലോങ് വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഞാൻ ആരെ സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ദിവസം ഞാൻ വീഡിയോ ഇട്ട ശേഷം ഏകദേശം 1-2 ദിവസം കൂടി വെയിറ്റ് ചെയ്യും. ആർക്കാണ് കിട്ടിയത് അവരെന്നെ ഇൻഫോം ചെയ്യുക. അതായത് ഞങ്ങൾക്ക് കിട്ടി ചേച്ചി, ഞാനാണ് വിന്നർന്ന്. അഥവാ അവരെ ഇൻഫോം ചെയ്തതിൻ്റെ അതിൻ്റെ അർത്ഥം അവർ വീഡിയോ കണ്ടില്ലെന്നർത്ഥം കേട്ടോ. അപ്പോൾ ഗിവ് വേയുടെ വീഡിയോ ലാസ്റ്റത്തേക്ക് വെക്കത്തില്ല, ഇടയ്ക്കായിരിക്കും ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം വിന്നേഴ്സിൻ്റെ ഇപ്പോൾ വിന്നേഴ്സായാലും പ്രീവിയസ് ആയിട്ട് വിന്നേഴ്സായാലും ഒക്കെ എനിക്ക് കമൻറ്റും ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത പ്രാവശ്യം 1 പകരം 3-4, ഇപ്പം 3 പറഞ്ഞിട്ട് ഞാൻ 5 പേരൊക്കെ കൊടുക്കുന്നത് അറിയാമല്ലോ. അപ്പം നിങ്ങൾ വേഗം ചെയ്തെങ്കിലും നമുക്ക് മോണിറ്റൈസേഷൻ ആകണ്ടേ, നമുക്ക് ഇഷ്ടംപോലെ ഗിഫ്റ്റൊക്കെ കിട്ടണ്ടേ. അപ്പം പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും ഗിവ് വേക്ക് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊടുത്തതിൽ കുറേ പേര് ഇപ്പോഴും ഗിഫ്റ്റ് കിട്ടിയെന്ന് പോലും റെസ്പോണ്ട് ചെയ്യാത്ത 1-2 പേരുണ്ട്. ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്തില്ല, എനിക്ക് എല്ലാവരുടെയും ഐഡിയ അറിയാം, പക്ഷേ ഞാനൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. അത് വളരെ വിഷമമുള്ള കാര്യമല്ലേ. നമ്മൾ ഒരു ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യണ്ടേ. അപ്പോൾ ചേച്ചിയെ സപ്പോർട്ട് ചെയ്താൽ ചേച്ചി കൂടുതൽ ഗിഫ്റ്റ്. സാധാരണ ആരും മന്ത്ലി ഗിവ് വേ എന്നുള്ളത് ഒരാൾക്കൊക്കെ കൊടുക്കത്തുള്ളൂ. ഞാൻ 3 പകരം 4-5 കൊടുക്കും, എൻ്റെ പൈസ ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു സ്നേഹം കൊണ്ട് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾ മിസ്യൂസ് ചെയ്യലെന്നേ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ എൻ്റെ ഒരു വാട്സപ്പ് ചാനലുണ്ട്, ആ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ നിന്ന് ചിലപ്പോൾ ഒരാൾക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും. അത് അവരോട് ഇൻഫോം ചെയ്തോളാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് വരാം. പിന്നെ അതിനകത്ത് വന്ന ശേഷം എൻ്റെ വീഡിയോ ഒക്കെ കാണുകയൊക്കെ ചെയ്യാം. നിങ്ങൾ ഈ കൂടുതൽ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യണം. വേറെ വീട്ടിലാരെങ്കിലും കൊണ്ട് അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. അപ്പോൾ വെക്കേഷനൊക്കെ അടിപൊളിയായിരിക്കുന്നു, എല്ലാവരും സന്തോഷമായില്ലേ. ബൈ.